കഴിഞ്ഞ വീഡിയോസിലെല്ലാം ഒരു ബിഗിനർ ട്രേഡർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ലോകത്തുള്ള എല്ലാ ട്രേഡേഴ്സും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ദാറ്റ് ഈസ് പൊസിഷൻ സൈസിങ്. അപ്പോൾ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. യഥാർത്ഥത്തിൽ എന്താണ് ഈ പൊസിഷൻ സൈസിങ്? ഒരു ട്രേഡർ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പൊസിഷൻ സൈസിങ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ട്രേഡ് ചെയ്യുന്ന സെഗ്മെൻറ്റ്, അത് എന്തോ ആയിക്കോട്ടെ, ഫോറക്സ് ആയിക്കോട്ടെ, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ആയിക്കോട്ടെ, അത് എത്ര അളവിൽ പർച്ചേസ് ചെയ്യണം എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിനെയാണ് നമ്മൾ പൊസിഷൻ സൈസിങ് എന്ന് പറയുന്നത്. ഇത് ഇന്ത്യൻ മാർക്കറ്റിലാണ് എന്നുണ്ടെങ്കിൽ എത്ര ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യണം, ഇനി ഫോറക്സിലാണ് എന്നുണ്ടെങ്കിൽ എത്ര ലോഡ് സൈസ് പർച്ചേസ് ചെയ്യണം, ഇതാണ് ഈ പൊസിഷൻ സൈസിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുക, എത്ര അളവിൽ പർച്ചേസ് ചെയ്യണം, എത്ര ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യണം, എത്ര ലോഡ് സൈസ് പർച്ചേസ് ചെയ്യണം എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ പർച്ചേസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് ലാഭവും നഷ്ടവും വരാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത്. കാരണം നമ്മൾ കൂടുതൽ അളവിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നഷ്ടം വരുന്ന സമയത്ത് വലിയ നഷ്ടം വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇനി ലാഭം വരുന്ന സമയത്തും അങ്ങനെ തന്നെയാണെങ്കിൽ കൂടിയും നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് നഷ്ടസാധ്യതയെക്കുറിച്ചാണ്. സോ ഈ പൊസിഷൻ സൈസിങ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ എങ്ങനെ ഒരു കറക്റ്റ് അളവിൽ ഒരു സാധനം പർച്ചേസ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അതിൻ്റെ ഇക്വേഷൻസിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഒരു പൊസിഷൻ സൈസ് നമുക്ക് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ ഉണ്ട്. ഇറ്റ് ഈസ് എമൗണ്ട് ഓഫ് റിസ്ക് ഡിവൈഡഡ് ബൈ സ്റ്റോപ്പ് ലോസ് പോയിന്റ്. അതായത് എത്രയാണോ നിങ്ങൾ റിസ്ക് എടുക്കുന്നത് ഡിവൈഡഡ് ബൈ സ്റ്റോപ്പ് ലോസ് പോയിന്റ്. ഉദാഹരണത്തിന് നിങ്ങളുടെ ക്യാപിറ്റൽ എത്രയാണെന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് 1,00,000 രൂപയാണ് നിങ്ങളുടെ ക്യാപിറ്റൽ എന്ന് വിചാരിക്കുക. ഈ ക്യാപിറ്റലിൻ്റെ 1% നിങ്ങൾ റിസ്ക് എടുക്കുന്നത്. അതായത് 1,00,000-ൻ്റെ 1% എന്ന് പറയുന്നത് എത്ര രൂപയാണ്? 1000 രൂപ. അപ്പോൾ നിങ്ങളുടെ എമൗണ്ട് ഓഫ് റിസ്ക് എന്ന് പറയുന്നത് എത്രയാണ്? 1000 രൂപയാണ്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? സ്റ്റോപ്പ് ലോസ് പോയിന്റ്. ഉദാഹരണത്തിന് ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്ന ഷെയറിലാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ എൻഡ് എടുക്കാൻ പോകുന്നത്. നിങ്ങൾ ടാറ്റ മോട്ടോഴ്സ് എൻ്റർ ചെയ്യുന്ന പ്രൈസ് ഉദാഹരണത്തിന് 1000 രൂപയാണ്. ഓക്കെ, നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് 900-ലാണ്. അങ്ങനെയാണെങ്കിൽ ഈ 1000-ഉം 900 തമ്മിൽ ഡിഫറൻസ് എത്ര പോയിൻ്റാണ്? 100 പോയിൻ്റാണ്. അതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് പോയിന്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എമൗണ്ട് ഓഫ് റിസ്ക് ഡിവൈഡഡ് ബൈ സ്റ്റോപ്പ് ലോസ് പോയിന്റ് എന്ന് പറയുമ്പോൾ 1000 ഡിവൈഡഡ് ബൈ 100 എന്ന് പറയുന്ന സമയത്ത് 10 ക്വാണ്ടിറ്റിയാണ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത്. അതായത് ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്ന ഷെയർസ് 10 ക്വാണ്ടിറ്റി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക, നിങ്ങൾ സ്റ്റോപ്പ് ലോസ് അടിച്ചു എന്ന് വിചാരിക്കുക, ഒരു ക്വാണ്ടിറ്റിയാണ് പർച്ചേസ് ചെയ്തതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് വരുന്ന നഷ്ടം എന്ന് പറയുന്നത് 100 രൂപയാണ്. 2 ക്വാണ്ടിറ്റി ആണെങ്കിൽ 200 രൂപയാണ്. 3 ക്വാണ്ടിറ്റി ആണെങ്കിൽ 300 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 10 ക്വാണ്ടിറ്റി പർച്ചേസ് സമയത്ത് എത്രയാണ് വരിക? 1000 രൂപയാണ് വരിക. ഈ 1000 രൂപയാണ് നമ്മൾ എത്ര നിശ്ചയിച്ചിട്ടുള്ളത്? നമ്മുടെ റിസ്ക് ആയിട്ട് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സെയിം എമൗണ്ട് ആണ് എന്ത് ചെയ്യുക, നമ്മൾ 10 ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരിക. അപ്പോൾ ഈ പൊസിഷൻ സൈസ് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന അളവ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ട്രേഡിങ്ങിലോട്ട് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് റിസ്ക് ഡിവൈഡ് ബൈ സ്റ്റോപ്പ് ലോസ് പോയിന്റ്. നിങ്ങൾ എത്രയാണോ റിസ്ക് എടുക്കുന്നത് ആ റിസ്ക് എടുക്കുന്ന എമൗണ്ടിനെ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വഹിക്കാൻ തയ്യാറായിട്ടുള്ള എമൗണ്ട് കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? എത്ര അളവിലാണ് പർച്ചേസ് ചെയ്യേണ്ടത് എന്നുള്ള ക്വാണ്ടിറ്റിയോ ലോഡ് സൈസോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത് നിങ്ങൾ ട്രേഡ് ചെയ്യേണ്ടത്. ഇത് നിങ്ങളൊരു ട്രേഡിംഗ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത് ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ലോങ് ടേം പെർസ്പെക്റ്റീവിലോട്ട് നോക്കുന്ന സമയത്ത് ട്രേഡിങ്ങിൽ നിങ്ങളുടെ വിജയ സാധ്യത വളരെയധികം കുറവാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഈ പേജ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ പുതിയ ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് പുതിയ കണ്ടന്റുകളുമായിട്ട് എന്ത് ചെയ്യുന്നത് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.